സൈനബുൽ ഗസാലിയുടെ ജയിൽ അനുഭവങ്ങൾ വായിച്ചതിന് ശേഷം ഞാൻ വായിക്കുന്ന രണ്ടാമത്തെ പുസ്തകമാണ് റാസിഖ് റഹീമിൻ്റെ തടവറക്കാലം. 17 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ UAPA തടവുകാരനായി ജയിലിൽ താമസിച്ച കാലം ലളിതമായ ഭാഷയിൽ വായനക്കാർക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ നെഞ്ചിടിപ്പോടെയും ഹൃദയഭാരത്തോടും കൂടിയല്ലാണ്ട് ഒരു പേജും മുന്നോട്ട് വായിക്കാൻ കഴിയില്ല. 1000-ലധികം കോപ്പികൾ വിറ്റുതീർന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് IPH ആണ്. അവതാരിക എഴുതിയത് R. രാജഗോപാൽ. ആദ്യ അധ്യായം ആരംഭിക്കുന്നത് പാനായിക്കുളം കേസിൻ്റെ വിചാരണ തുടങ്ങി വിധി വരാൻ സമയമായപ്പോൾ മഹ്ദിനി ഉസ്താദിനെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയതു മുതലാണ്. കണ്ട മാത്രയിൽ തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. സംസാരമധ്യേ യാത്രോദ്ദേശം പറഞ്ഞു. കേസിൻ്റെ വിധി വരാറായി. വിധി എന്തായാലും അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തനാവാൻ ഉസ്താദ് ദുആ ചെയ്യണം. തെല്ലു നേരത്തെ മൗനത്തിനു ശേഷം ഗാംഭീര്യമാർന്ന ഉറച്ച ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, റാസിഖ്, വേണ്ട, അങ്ങനെ ദുആ ചെയ്യാൻ മാത്രം നമ്മളൊന്നും വളർന്നിട്ടില്ല. റബ്ബേ, കേസിൽ അനുകൂലമായ വിധി നൽകണേ എന്ന് ദുആ ചെയ്താൽ മതി. ഈമാൻ്റെ കരുത്തും നിശ്ചയദാർഢ്യവും കൊണ്ട് 1.5 പതിറ്റാണ്ട് ജയിലിനെ അതിജീവിച്ച മനുഷ്യനാണ് സംസാരിക്കുന്നത്. പരീക്ഷണങ്ങളുടെ ഭാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. താങ്ങാനാവാത്ത ഒരു ഭാരവും റബ്ബിനോട് ചോദിക്കേണ്ടെന്നൊരു മുന്നറിയിപ്പും. ഒരുപാട് ഊർജം പകർന്നു നൽകിയ ആ കൂടിക്കാഴ്ച അവസാനിച്ചു. അധ്യായം 6. ആശുപത്രിയിൽ നിന്നും നേരെ ആലുവ സബ് ജയിലിലേക്ക്. ജയിൽ കവാടത്തിനു മുന്നിൽ പോലീസ് വാഹനം നിർത്തി അനുമതിക്കായി കാത്തു. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ജയിലിന് മുന്നിലെത്തുന്നത്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നടയടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തല്ല് കിട്ടുമോ? മനസ്സ് വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അടുത്ത പേജിൽ ജയിൽ സെല്ലിനകത്ത് കയറിയ അനുഭവമാണ്. 10-15 പേരെങ്കിലും സെല്ലിനകത്തുണ്ടാകും. എല്ലാവരും കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന എന്നോട് ഉള്ള സ്ഥലം നോക്കി എവിടെയെങ്കിലും കിടന്നോളാൻ പ്രായം ചെന്ന ഒരു തടവുകാരൻ പറഞ്ഞു. പായ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പുൽപ്പായയുടെ 1/3 വലിപ്പമുള്ള ഒരു കീറപ്പായ തന്നിട്ട് തൽക്കാലം അതിൽ കിടക്കാൻ പറഞ്ഞു. ഉറക്കം വരാതെ ദീർഘനേരം കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. ടൈലിട്ട തറയിൽ കീറപ്പായയിൽ പുതപ്പ് പോലും ഇല്ലാതെ തണുത്തു മരവിച്ച് കൊതുകുതിരിയുടെ ഗന്ധം പേറിയുള്ള ആ കിടത്തം എത്ര നേരം തുടർന്നു എന്നറിയില്ല. ഉറക്കം തെളിഞ്ഞിട്ടും സമയമറിയാൻ വഴിയില്ലാതെ ആ കിടത്തം തുടർന്നു. കിടത്തപ്പിൽ എപ്പോഴോ അകലെ എവിടെയോ നിന്ന് സുബഹി ബാങ്ക് മതിൽ കടന്നെത്തി. ജയിലിലെ ആദ്യ നിസ്കാരമാണ്. കിടക്കുന്ന റൂമിനെക്കുറിച്ചോ കിബിലയെക്കുറിച്ചോ ഒരു ധാരണയുമില്ല. സെല്ലിനുള്ളിൽ വെള്ളമുണ്ടാവുമോ എന്നറിയില്ല. സെല്ലിൻ്റെ ചുമരിൽ കൈകൊണ്ടടിച്ച് തയമ്മു ചെയ്തു. ഏതാണ്ടൊരു ധാരണയിൽ കിബില തീരുമാനിച്ച് കിടക്കാൻ കിട്ടിയ കീറപ്പായയിൽ സുബഹി നിസ്കരിച്ചു. നേരം പുലരാൻ പിന്നെയും സമയമുള്ളതുകൊണ്ട് അവിടെ തന്നെ കിടന്നു. നേരം പുലർന്നപ്പോൾ മണി മുഴങ്ങി. ജയിലിൽ സമയമറിയാനുള്ള ഏക മാർഗമാണ് ഈ മണിയൊച്ചകൾ. ഓരോ മണിക്കൂറിനും സമയത്തിനുമനുസരിച്ചാണ് മണി മുഴക്കുന്നത്. മണിയൊച്ചയ്ക്ക് ശേഷം സെല്ലിലുള്ള ആളുകളുടെ എണ്ണമെടുക്കാൻ വാർഡന്മാരെത്തി. എണ്ണമെടുക്കാൻ നേരത്ത് സെല്ലിൻ്റെ ഗ്രില്ലിന് മുന്നിൽ വരിവരിയായി കുന്തിച്ചിരിക്കണം. എണ്ണമെടുത്തു കഴിഞ്ഞാൽ എഴുന്നേൽക്കാം. തടവറക്കാലത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലെ ചില വരികളാണ് ഞാനിവിടെ വായിച്ചത്. ഈ ഒരു പുസ്തകം എല്ലാവരും വായിച്ചിരിക്കണം. ഇനിയുള്ള കാലം നമ്മുടെയൊക്കെ ജീവിതം വീട്ടിൻ്റെ ഉള്ളിലാവുമോ തടവറയുടെ ഉള്ളിലാവുമോ? നമ്മുടെ മരണം വീട്ടിൽ വെച്ചാവുമോ ജയിലിൽ വെച്ചാവുമോ അറിയില്ല. ആർക്കെതിരെയാണ് UAPA ചുമത്തുക എന്നുള്ള ഒരു ചോദ്യം എന്നും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കും. തീർച്ചയായിട്ടും തടവറക്കാലം എല്ലാവരും വായിക്കുക.